അച്ഛനെയും പാറുവിനെയും ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കലും കൊണ്ടുവരലും ഒരു ടാസ്ക് തന്നെയാട്ടോ. വീട്ടിലിട്ട ചുരിദാർ ഒരു ഷോൾ എടുത്തിട്ട് ഞാൻ ഓടും. ശ്രീജേട്ടൻ എന്നോട് എപ്പോഴും പറയും നല്ലൊരു ചുരിദാർ ഇട്ട് പോകാൻ. പക്ഷെ അത് നമുക്ക് പോസിബിൾ അല്ലല്ലോ. എൻ്റെ വണ്ടിയുടെ സീറ്റ് കണ്ടോ, പൂച്ച മാന്തിയതാണ്. പാറമോള് വന്ന് ഇറങ്ങിട്ടോ യോഗ മാറ്റിൻ്റെ ബാഗ് കൊണ്ട് കളഞ്ഞിട്ട് ദേ വെള്ളപ്പൊക്കക്കാർ വരുന്ന പോലെ സഞ്ചിയിലൊക്കെ അതൊക്കെ ഇട്ട് വരുന്നുണ്ട്. ബാഗ് സജ്ജൊക്കെ എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കടയിൽ കുറച്ച് ജോലി ശ്രീജേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് പാറമോൾക്ക് ഞാൻ അപ്പുറത്ത് നിന്ന് ചായ മേടിച്ചു കൊടുത്തോട്ടോ. അല്ലെങ്കിൽ നന്നായി വിശക്കുമല്ലോ കുറച്ച് കഴിയും പോകുമ്പോൾ. അങ്ങനെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ എടുത്ത് കട്ടൻ ചായ വരുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ പാറമോള്. കട്ടൻ ചായയാണ് പാറമോള് കുടിക്കുക. ഞാനും അപ്പോൾ ഒരു ചായ കുടിച്ചു കേട്ടോ. ഞാൻ പത്തിരിയാണ് കഴിച്ചത്, പാറമോള് ബിസ്ക്കറ്റാണ് കഴിച്ചത്. അങ്ങനെ ദേ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ ബുക്കൊക്കെ ടൈം ടേബിൾ വെക്കണമല്ലോ, ഇന്നതെൻ്റെ ജോലിയാണ്. കാരണം പാറു ഉറങ്ങിയല്ലോ. ഞാൻ വിചാരിച്ചു അവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന്. നല്ല ചുമയായിരുന്നല്ലോ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ദേ റഫ് ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ഒരു പട്ടിക്കുട്ടീനെ വരച്ച് വെച്ചേക്കുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൻ്റെ മുഖം കണ്ടോ, ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് ഞങ്ങളവിടെ ടൈം ടേബിൾ വെക്കാണ് കേട്ടോ. ഞാനും അച്ചുമോനും കൂടി പാറമോൾ എന്തായാലും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ.